പ്രണയവും ബന്ധങ്ങളും മനുഷ്യജീവിതത്തിലെ സങ്കീർണമായ വികാരങ്ങളാണ്. ചിലപ്പോൾ വിവാഹിതയായിട്ടും ചിലർക്ക് വിവാഹത്തിന് പുറത്ത് ആകർഷണം മറ്റു പുരുഷന്മാരോട് തോന്നാം. ഇത്തരം അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാൻ പല മാനസികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട്. ഇന്ന് അവിഹിതം ആഗ്രഹിക്കുന്ന സ്ത്രീയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില സൂചനകൾ വാത്സ്യായൻ പറഞ്ഞത് പരിശോധിക്കാം. ഒരു സ്ത്രീക്ക് അവിഹിത ബന്ധത്തോട് ആകർഷണമുണ്ടാകാൻ പല കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, വൈകാരിക ശൂന്യത. ഭർത്താവിൽ നിന്ന് മതിയായ സ്നേഹം, ശ്രദ്ധ, അംഗീകാരം ലഭിക്കാത്തപ്പോൾ. രണ്ട്, ഉല്ലാസത്തിൻ്റെ തേടൽ. വിവാഹ ജീവിതം ഏകാന്തമായോ ആവർത്തനാത്മകമായോ തോന്നുമ്പോൾ. മൂന്ന്, സ്വയം തെളിയിക്കാനുള്ള ആവശ്യം. മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വഴി അഥവാ മറ്റൊരാളുടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് വഴി ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ. നാല്, സാഹസത്തിനോടുള്ള ആകർഷണം. സാമൂഹികമായും വ്യക്തിപരമായും നിരോധിതമായ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ആവേശം. വ്യക്തിപരമായി കാരണങ്ങൾ വ്യത്യസ്തമാകും. അതുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്നത് പെരുമാറ്റ സൂചനകളെയാണ്. ഒന്ന്, അധിക രഹസ്യത. ഫോൺ, സോഷ്യൽ മീഡിയ, മെസ്സേജുകൾ എല്ലാം സൂക്ഷിച്ച് മറക്കൽ, അനാവശ്യമായ പാസ്വേഡ് മാറ്റങ്ങൾ. രണ്ട്, അസാധാരണമായ ശൃംഗാരശീലങ്ങൾ. പെട്ടെന്ന് തന്നെ പുതിയ വസ്ത്രശൈലികൾ സ്വീകരിക്കുക, സുഗന്ധവസ്തുക്കൾ, മേക്കപ്പ്, പ്രത്യേകിച്ച് വീട്ടിലുള്ളതിനേക്കാൾ പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കൽ. മൂന്ന്, അധിക വ്യക്തിപരമായ സമയം ആവശ്യപ്പെടൽ അഥവാ സുഹൃത്തുക്കളോടോ ജോലി കാര്യങ്ങളാലോ വീടിനു പുറത്തു ചെലവഴിക്കുന്ന സമയം വർദ്ധിക്കുന്നത്. നാല്, വൈകാരിക അകലം. മുമ്പുണ്ടായിരുന്നത് പോലെ സ്നേഹവും സംഭാഷണവും കുറയുന്നത്. അഞ്ച്, വികാരങ്ങളുടെ വ്യത്യാസം. ചിലപ്പോൾ അത്യധികം സൗഹൃദപരമായും ചിലപ്പോൾ അത്യധികം അസ്വസ്ഥമായും പെരുമാറൽ. പ്രാചീന ഭാരതത്തിൽ പോലും വാത്സ്യായനൻ്റെ കാമശാസ്ത്രം പോലുള്ള ഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ വികാരങ്ങളും ആകർഷണങ്ങളും വിശദീകരിച്ചിരുന്നു. വാത്സ്യായനൻ പോലും വിവാഹത്തിന് പുറത്തെ ബന്ധങ്ങളുടെ സാമൂഹികവും മാനസികവുമായ വശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണുകളും ഈ ഇടപെടലുകൾ കൂടുതൽ വേഗത്തിൽ വളരാൻ ഇടയാക്കുന്നു. ഈ സൂചനകൾ മനസ്സിലാക്കുന്നത് കുറ്റപ്പെടുത്തലിനു വേണ്ടിയല്ല, മറിച്ച് ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അതിന് തുറന്ന ആശയവിനിമയം, പരസ്പരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നു സംസാരിക്കുക, വൈകാരിക ബന്ധം വീണ്ടെടുക്കൽ അഥവാ ഒരുമിച്ച് സമയം ചെലവഴിക്കുക, പുതിയ അനുഭവങ്ങൾ പങ്കിടുക. അതുപോലെ ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ സഹായം തേടുക. കൗൺസിലിങ്ങും തെറാപ്പിയും ബന്ധം രക്ഷിക്കാൻ സഹായിക്കും. വാത്സ്യായനൻ തൻ്റെ കാമശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നു, കാമ സംയമേന സ്ഥായി ഭവതി. ആഗ്രഹം നിയന്ത്രണത്തോടു കൂടി മാത്രമേ നിലനിൽക്കാവൂ. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഒരു വ്യക്തി വിവാഹത്തിന് പുറത്ത് ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും ശരിയായ മാർഗമല്ല. കാരണം അത് കുടുംബത്തിനും സമൂഹത്തിനും ഹാനികരമാണ്. എങ്കിലും വാത്സ്യായനൻ മനസ്സിലാക്കാൻ പഠിപ്പിച്ചത്, ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അതിനെ നിയന്ത്രിക്കുക മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനാൽ ഇത്തരം ചിന്തകൾ വന്നാലും അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധം മെച്ചപ്പെടുത്തുക മാത്രമേ ശരിയായ വഴി ആയിരിക്കൂ. വാത്സ്യായനൻ തൻ്റെ കാമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ 3 പ്രധാന കാര്യങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം. കാമം ശരിയായ രീതിയിൽ നിയന്ത്രിക്കപ്പെടണം, അല്ലെങ്കിൽ അത് മനുഷ്യനെ തകർക്കും. അദ്ദേഹം അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞത്, ആകർഷണം ഒരിക്കൽ വിവാഹത്തിന് പുറത്തു തിരിഞ്ഞാൽ മനസ്സിൻ്റെ ശാന്തിയും കുടുംബ ബന്ധവും ഇല്ലാതാക്കും. എന്നാൽ അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി തൻ്റെ പങ്കാളിയോടുള്ള സമയം കുറയ്ക്കും, കുടുംബത്തിൽ നിന്ന് മാനസിക അകൽച്ച ഉണ്ടാകും, മനസ്സിൽ രഹസ്യങ്ങൾ നിറയും, ചെറുതായി സംസാരിക്കുമ്പോൾ പോലും സംസാരത്തിൽ മറച്ചുവെക്കൽ ഉണ്ടാവും. വാത്സ്യായനൻ ഒരു വലിയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആഗ്രഹം മനുഷ്യൻ്റെ സ്വഭാവമാണ്, പക്ഷേ അത് തെറ്റായ വഴി സ്വീകരിക്കുന്നത് വ്യക്തിക്കും സമൂഹത്തിനും ദോഷകരമാണ്. അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ തിരിച്ചറിയുമ്പോൾ വിധിയെഴുത്തിനേക്കാൾ മുന്നോട്ട് പോകേണ്ടത് പരിഹാരത്തിലേക്കാണ്. സംസാരം, വിശ്വാസം, ബന്ധം പുനരുദ്ധരിക്കൽ,
ഇവയാണ് ശരിയായ മാർഗങ്ങൾ. അല്ലാതെ അവിഹിത ബന്ധം ഒരിക്കലും സന്തോഷം തരില്ലെന്ന് വാത്സ്യായനൻ തന്നെ പറയുന്നു. അവിഹിത ബന്ധത്തിൻ്റെ ആകർഷണം പലപ്പോഴും ബന്ധത്തിലെ കുറവുകൾക്കുള്ള മറുപടിയാണ്. മനസ്സിലാക്കലും തുറന്ന ആശയവിനിമയവും വിശ്വാസവും ഇവയാണ് ഏത് ബന്ധത്തെയും കരുത്തുറ്റതാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക.